കണ്ട ഏതെങ്കിലും ഒരു യൂട്യൂബർ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്താ അയ്യോ അപ്പുറത്തെ വീട്ടിലെ കോവാലൻ തുമ്മിയാൽ ഉടനെ അവൻ്റെ മൂക്ക് എങ്ങോട്ട് തിരിഞ്ഞു, ഏത് വശത്തേക്കാണ് മൂക്കള ചീറ്റിയത് എന്നൊക്കെയല്ലേ അങ്ങ് തകർക്കുന്നത്. ഞാൻ ഇന്നലെ നമ്മുടെ ഖാദർ കരിപ്പൊടിയെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തതിൻ്റെ താഴെ വന്നൊരു കമന്റ്, ഖാദർ ലവ് എങ്ങനെയാണെന്ന് അറിയുമ്പോൾ ഖാദർ ലവ് ദിസ് ഈസ് കണ്ട് ലവ്. പൊട്ടക്കൂട്ടങ്ങളെ, ഞാൻ അതിനകത്ത് സ്പെസിഫിക്കലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നമ്പേഴ്സ്. ഇത്രയധികം ക്രിമിനൽ നമ്പർ ഓഫ് കേസസ് അവൻ്റെ പുറത്ത് ഉണ്ടായിട്ടും ഖാദർ ലവ് എന്ന് പറയണമെങ്കിൽ നിങ്ങളുടെ മോളെ കെട്ടിച്ചുകൂട്, നിൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്ത് അത്തരത്തിലുള്ളൊരു ക്രിമിനലിനെ. ഈ ഒരു കാര്യം ഞാൻ ഇവിടെ വന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ തന്നെ മേനക്കെട്ടിരുന്ന് എത്ര വാർത്താ ചാനൽ ഇത് എടുത്തിട്ടുണ്ടെന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പം നമുക്ക് ആദ്യം മുതൽ ഓരോന്നോരോന്ന് കാണാം. ഇത് 24 ആണേ, 24 ബ്രേക്കിംഗ് ന്യൂസിൽ. ആക്രമിച്ചെന്ന പരാതിയിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർക്കെതിരെ കേസ്. ഖാദർ കരിപ്പൊടിക്കെതിരെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് നരഹത്യാ ശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി. 24 നമ്പർ ചാനലിൽ വന്ന ന്യൂസ് ആണ് അത്. ഓക്കെ, അടുത്ത ഏതൊന്ന് കേൾക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. മനോരമ സ്വദേശിയായ അബ്ദുൾ അഹാദിന്റെ പരാതിയാണ് കേസെടുത്തത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി അബ്ദുൾ അഹാദിനെ സംഘം ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി നമുക്കൊപ്പം ചെയ്യുന്ന സാരംഗ. മാതൃഭൂമിയാണ് ഇത്, മാതൃഭൂമി ന്യൂസ് ആണ്. സോറി, മനോരമയല്ല, എം കണ്ടപ്പോൾ ഞാൻ മനോരമയെ തെറ്റിദ്ധരിച്ചാണ്. മാതൃഭൂമി ന്യൂസ് ആണത്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസ്. റിപ്പോർട്ടർ സ്വദേശി അബ്ദുൾ അഹാദിന്റെ പരാതിയിലാണ് കേസ്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി അബ്ദുൾ അഹാദിനെ ഖാദർ. റിപ്പോർട്ടർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടി ജനം ടിവി കേസ്. പള്ളിക്കര സ്വദേശി അബ്ദുൾ അഹാദിന്റെ പരാതിയിലാണ് കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത്. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ ഖാദർ കരിപ്പൊടിയും സംഘവും ചേർന്ന് തന്നെ വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് അബ്ദുൾ അഹാദിന്റെ പരാതിയിൽ പറയുന്നു. വിവരങ്ങൾ രമ്യ ദാസ് നൽകും, കോഴിക്കോട് നിന്നും. രമ്യ, ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയനുസരിച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ഒരാൾക്കെതിരെയാണ് ഇപ്പോൾ ഇങ്ങനൊരു പരാതി വരുന്നത്. പണമിടപാട്, അതോടൊപ്പം തന്നെ വധശ്രമത്തിന് കേസെടുത്തു എന്ന വിവരം വരുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ രമ്യ? ഇന്റർലോക്ക് ഘട്ടങ്ങൾ, വഹാദിന്റെ പരാതിയിൽ പറയുന്നത് ഇന്റർലോക്ക് ഘട്ടങ്ങൾ ഉപയോഗിച്ച് ഈ അബ്ദുൾ ഹാദിനെ ഖാദർ കരിപ്പൊടിയും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഖാദർ കരിപ്പൊടിക്കെതിരെ വധശ്രമത്തിന് കേസ്. പള്ളിക്കര സ്വദേശി അബ്ദുൾ അഹമ്മദിന്റെ പരാതിയിലാണ് കേസെടുത്തത്. സാമ്പത്തിക ഇടപാടിനെ ചൊല്ലി ഖാദർ കരിപ്പൊടിയും സംഘവും ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ഫൈസൽ ബിൻ അഹമ്മദ് നൽകും വിവരങ്ങൾ. ഫൈസൽ, പറയുന്നത് എന്താണ് സംഭവിച്ചത്? പള്ളിക്കര സ്വദേശി അബ്ദുൽ അഹദിന്റെ പരാതിയിലാണ് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ, റിപ്പോർട്ടർ ലൈവ്, റിപ്പോർട്ടർ TV തന്നെയാണ് ഇതിന്റെ വിഷ്വലും പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇനി സംശയമില്ലല്ലോ ആർക്കും അങ്ങനെ ഒരു കേസ് ഉണ്ടെന്നത്. കാസർഗോഡ് ക്രൈം നമ്പർ 618, കാസർഗോഡ് തന്നെ ക്രൈം നമ്പർ 80318, കാസർഗോഡ് ക്രൈം നമ്പർ 718-19, വിദ്യാനഗർ ക്രൈം നമ്പർ 351-19, ബദിയ ദുൽക്ക, അതിന് ഞാൻ സ്ഥലമാണെന്ന് എനിക്ക് അറിയില്ല, അവിടുത്തെ ക്രൈം നമ്പർ 150/19, കാസർഗോഡ് തന്നെ വീണ്ടും 6721, കാസർഗോഡ് തന്നെ 1097/21, കാസർഗോഡ് ക്രൈം 1170/21. 2021, 2018, 2019 കളിലെ ക്രൈം നമ്പേഴ്സാണ് ഈ പറയുന്നത്. ഇനിയും ഈ ഖാദർ എന്നാൽ ഉയിർ, ബാക്കി എല്ലാം തൈർ എന്ന് പറയുന്നവരോട് നടുവിരൽ നമസ്കാരം കാണിക്കാനേ പറ്റൂ. ഇനി ഇന്നത്തെ FIR ഇട്ടിരിക്കുന്ന വകുപ്പുകൾ 126 ബ്രാക്കറ്റിൽ 2 ആണ് കേട്ടോ, രണ്ടാമത് 115, 118, 110, 3 എന്നീ വകുപ്പുകൾ ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പുകൾ ചേർത്ത് 2023 ഇട്ടിരിക്കുന്ന FIR ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഉള്ള ക്രൈം എന്താണെന്ന് വായിച്ചു തരാം. ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് 27/6/2026 തീയതി 18:10 മണിക്ക് 10 മണിക്ക് കാസർഗോഡ് കസബ ഗ്രാമത്തിൽ അണങ്കൂർ ചോപ്പാടി റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വെച്ച് 1 മുതൽ 3 വരെ പ്രതികൾ പരസ്പരം ഉത്സാഹികളും സഹായികളുമായി വർത്തിച്ച് 1-ാം പ്രതി കൈകൊണ്ട്
അന്യായക്കാരൻ്റെ കഴുത്തിന് പിടിച്ച് മുറുക്കുകയും കൈകൊണ്ടും കാലുകൊണ്ടും അന്യായക്കാരൻ്റെ ഇടത് നെഞ്ചിന് കുത്തുകയും രണ്ടാം പ്രതി പേനാ കത്തി കൊണ്ട് അന്യായക്കാരൻ്റെ വലത് ഷോൾഡറിന് പുറത്തും വലത് ചെവിയുടെ പുറകുവശത്തും വരയുകയും മൂന്നാം പ്രതി അന്യായക്കാരൻ്റെ ഇടത് ഷോൾഡറിന് ഇരുമ്പ് റോഡ് കൊണ്ട് അടിച്ചും ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും ഒന്നാം പ്രതി ഇന്റർലോക്ക് കട്ട കൊണ്ട് അന്യായക്കാരൻ്റെ തലക്കടിക്കുന്ന സമയം അന്യായക്കാരൻ ഒഴിഞ്ഞു മാറിയില്ലായിരുന്നുവെങ്കിൽ അടി തലയ്ക്ക് കൊണ്ട് അന്യായക്കാരന് മരണം വരെ സംഭവിക്കാമായിരുന്നു. അടി അന്യായക്കാരൻ്റെ വലത് കണ്ണിന് കൊണ്ടതാൽ കണ്ണിന് പരിക്കേൽക്കാൻ ഇടയായി എന്നും സംഭവത്തിൻ്റെ കാരണം അന്യായക്കാരനും അന്യായക്കാരൻ്റെ സുഹൃത്തായ ഇഷ്ക് എന്ന ആളും തമ്മിൽ ഗൾഫിൽ വെച്ച് നടന്ന സാമ്പത്തിക ഇടപാടിനെ ചൊല്ലിയുള്ള തർക്കമാണ് എന്നും മറ്റും. അപ്പോൾ ഇതിനകത്ത് FIR-നകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇവന്മാരെ 3 പേരുടെ പേരുണ്ട്. ഖാദർ കരിപ്പൊടി ഒന്നാം കക്ഷി, ഒന്നാം പ്രതി, 2 റാഷിദ്, 3 അഷ്റഫ്. ഈ 3 പേർക്കെതിരെയാണ് വധശ്രമത്തിനാണ് കേസ്. എന്നാലും പറയും ഖാദർ കരിപ്പൊടി ഈസ് ദ ബസ്റ്റ്. പിടിച്ച് വീട്ടി വെച്ച നല്ലതാ. ഞാനിത് അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഷെഫീന ബീബി ഈ നാട്ടിൻ്റെ സമൂഹത്തിൻ്റെ ഏറ്റവും ദോഷപ്പെട്ട സ്ത്രീ, അവരെ ഇവിടുന്ന് നാട് കടത്തണം. സുഡാപ്പികൾക്ക് വേണ്ടിയിട്ട് കുരയ്ക്കുന്നത് കൊണ്ട് സുഡാപ്പികൾ സപ്പോർട്ട് ചെയ്യുമായിരിക്കും, ഷെഫീനായി അതിന് കിട്ടത്തില്ല. ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ എനിക്ക് എൻ്റേതായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അതിൻ്റെ അർത്ഥം ക്രിമിനലുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇസ്ലാമിനെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ ഇസ്ലാമിന് സപ്പോർട്ടീവായി സംസാരിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനെ അങ്ങനെ പറയേണ്ട യാതൊരു ഗതികേടും ഇസ്ലാമിക വിഭാഗത്തിനില്ല. അവിടെ സംസാരിക്കാൻ അറിയാവുന്ന ഒരുപാട് പേര് മുന്നോട്ട് വരുന്നുണ്ട്. അവരൊക്കെ തന്നെ ധാരാളമാണ്. ഇങ്ങനെ ഒരു ക്രിമിനലിന് ഇസ്ലാമിന് സപ്പോർട്ട് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പറഞ്ഞത്. മുഴുക്കം നോണ. റിഫ മെഹനു വിഷയത്തിൽ മുഴുക്കം നോണ. നോണയനാണവൻ, നോണയൻ. ആളുകളെ പറ്റിച്ച് ചതിച്ച് ജീവിക്കുന്ന ഒരു ക്രിമിനൽ, ഒരു ബോൺ ക്രിമിനൽ. ഞാൻ ആ ക്രിമിനലിസം ശരിക്കും മനസ്സിലാക്കിയതാണ്. എനിക്കെതിരെ അഭിപ്രായ സ്വാതന്ത്ര്യം വന്നപ്പോൾ എൻ്റെ കൊച്ചിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുത്ത മോനാ. ഒരുപക്ഷെ കാസർഗോഡോ കണ്ണൂരോ ഒക്കെ ആയിരുന്നു ഞാൻ നടന്നിട്ടുണ്ടാവും. ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് എനിക്ക് എന്നെ തൊടാൻ കിട്ടിയില്ല. അല്ലെങ്കിൽ എൻ്റെ കുട്ടി ഇന്ന് ഉണ്ടാവത്തില്ല. അമ്മാതിരിയായിരുന്നു അവൻ്റെ ടാർഗറ്റ്. അവനെതിരെ സംസാരിക്കുന്നവരൊന്നും തീർത്തുകളി. നിങ്ങൾ കണ്ട ഏതെങ്കിലും ഒരു യൂട്യൂബർ ഈ ഒരു വിഷയം റിപ്പോർട്ട് ചെയ്താ അയ്യോ അപ്പുറത്തെ വീട്ടിലെ കോവാലൻ തുമ്മിയാൽ ഉടനെ അവൻ്റെ മൂക്ക് എങ്ങോട്ട് തിരിഞ്ഞു, ഏത് വശത്തേക്കാണ് മൂക്കള ചീറ്റിയത് എന്നൊക്കെയല്ലേ അങ്ങ് തകർക്കുന്നത്. നൈവറ്റുകൾക്ക് ആർക്കെങ്കിലും അതൊന്നും എടുത്ത് സംസാരിക്കാനുള്ള ധൈര്യം ഉണ്ടായാ? ഇല്ല, ഉണ്ടാവില്ല. എന്തുകൊണ്ടാ? ഇത് അവർക്ക് സ്പെസിഫിക് ആയിട്ട് കുറച്ച് പേരെ മാത്രമേ നമ്മൾ ടാർഗറ്റ് ചെയ്യൂ, ബാക്കിയുള്ളവരെയൊന്നും നമ്മൾ എടുക്കത്തില്ല. ഖാദർ കക്കപ്പൊടിയെ പറയാനുള്ള ആംബിയർ ഇല്ല. ഏതെങ്കിലും പാവപ്പെട്ടവൻ്റെ വീട്ടിൽ നടന്നതാണെങ്കിൽ അവനെ കൊന്ന് കൊല വിളിച്ച് അവൻ്റെ അയലുവക്കത്തെ വീട്ടിലെ കൊച്ചിൻ്റെ നാളിൻ്റെ പേരിൻ്റെ അറ്റത്തുള്ള മൂലയുടെ ഇന്നലെ അവ ഇട്ട ഷിറ്റിൻ്റെ കളർ വരെ വെറ്റുകൾ കണ്ടുപിടിച്ച് പറയും. ഇവർക്കൊക്കെ വേണ്ടത് അതാണ്, കോണ്ടാക്ട്. ദിസ് ഈസ് നോട്ട് എ കോണ്ടാക്ട്. ബിക്കോസ് അവരുടെ തലതൊട്ടപ്പനല്ലേ. ഇവന്മാരൊക്കെ ക്രിമിനൽസ് ആണെന്നുള്ളതിൻ്റെ തെളിവാണത്. ഖാദർ കരിപ്പൊടി വിഷയം എടുത്തു വെച്ച് വീഡിയോ ചെയ്യാത്ത ഓരോരുത്തരും ഖാദർ കരിപ്പൊടിക്ക് ഒപ്പം നിൽക്കുന്ന ക്രിമിനലുകളാണ്, അല്ലാതൊന്നുമല്ല. ആലോചിച്ച് നോക്കിയാണ്. ഇത്രയും ഒരു വാർത്ത വന്നു, ഇത്രയും ചാനൽ, റിപ്പോർട്ടർ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, ജനം, എല്ലാ TV റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്ത അവർക്ക് പറയണ്ട. എന്തുകൊണ്ട് പറയണ്ട? ഇത്രയേ ഉള്ളൂ. ഇവന്മാരുടെയൊക്കെ ഗട്ട്സ് ഇത്രയേ ഉള്ളൂ. ഷെഫീനാക്ക് അത് മലരെ മാത്രം. അതുകൊണ്ടാണ് അതെടുത്ത് വീഡിയോ ചെയ്തത്. അതിനകത്ത് താഴെ വന്നിട്ട് ഖാദർ ലവ് എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മായെ കൊണ്ട് കെട്ടിച്ചിട്ട് വാപ്പാന്ന് വിളിയടാ. നിന്റെയൊക്കെ ഉമ്മാമാരെ കൊണ്ട് കെട്ടിച്ചു കൊടുത്തിട്ട് അവനെ വാപ്പാന്ന് വിളി. നിന്റെയൊക്കെ വാപ്പായിരിക്കും ഖാദർ. ഷബീനാക്ക് അങ്ങനെ ഒരു ഭാഗമില്ല, മനസ്സിലായ? ഞാൻ കമൻസിൽ കണ്ട് കുറേ എണ്ണത്തിന് അയ്യോ എന്ത് സ്നേഹം, ദുഷ്ടന്മാര്, ശത്രുക്കള് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന കേസാണ്. ഇത്രയും കേസോ? എനിക്ക് എമ്പാട് ശത്രുക്കളുണ്ടല്ലോ, ഒരു കേസ് ഉണ്ടാക്കാൻ പറ്റാത്ത എന്താ? ഒരാൾക്കെതിരെ വീഡിയോ ചെയ്തു എന്നൊരു കേസ് വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഉണ്ട്. അല്ലാതെ ഇതുപോലെ ക്രിമിനൽ ആക്ടിവിറ്റീസിൽ എന്നെ പെടുത്താൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ചെയ്യാത്തത് കൊണ്ട്. ഇവൻ എന്തുകൊണ്ട് വരുന്നത്? ചെയ്തത് കൊണ്ട്. ക്രിമിനലാണ് അവൻ, ക്രിമിനൽ. നിങ്ങൾക്കത് പറയാൻ പേടിയുണ്ടായിരിക്കും, എനിക്ക് ആ ഭയമില്ല എന്നാ പറഞ്ഞത്. ഖാദർ കരിപ്പൊടിയെ താങ്ങിക്കൊണ്ട് നടക്കുന്നത് ഇസ്ലാമിയർക്ക് ഒരു വലിയ വീഴ്ചയായിരിക്കും. അവരെല്ലാം തന്നെ ഈ കാറ്റഗറിയാണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ കാരണം മതി. കുറച്ച് കൂടുതൽ ആൾക്ക് ബാഹുല്യമുണ്ടെങ്കിൽ അത് വെച്ചിട്ടിരുന്നുണ്ട്. നോക്കൂ സാമൂഹിക വിപത്തായ ഷബീന ബീബി, നോക്കൂ സാമൂഹിക വിപത്താണ്, ഈ സ്ത്രീയെ തീർത്ത് കെട്ടണം. പറഞ്ഞത് നോണ. ഇവന്റെ വിവാഹം പോലും നടക്കാത്ത സമയത്ത് ഇവന്റെ കൊച്ചുങ്ങളെ ഞാൻ തെറി വിളിച്ചെന്ന് പച്ച നോണ പറഞ്ഞവനാണ് അവൻ.
കുട്ടികളെ പറയുന്നു എന്നായിരുന്നു എനിക്കെതിരെയുള്ള നരേഷൻ. അടിച്ചു താത്താൻ, ഇല്ലാണ്ടാക്കാൻ ഈ എല്ലാ യൂട്യൂബേഴ്സിനും അവരെ കൊണ്ട് പറയുകയാണ് ചെയ്തത്. അന്ന് എനിക്ക് ഏർപ്പെട്ട 14 യൂട്യൂബേഴ്സാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തത് ഇവൻ്റെ ആഹ്വാനത്തിൽ. ഈ 14 തന്തയില്ലാത്തവന്മാരോടും എൻ്റെ ചോദ്യമുള്ളൂ, നിനക്കൊക്കെ എത്ര തന്തയടാ ഇങ്ങനെ ഒരു ന്യൂസ് വന്നാർക്കെ പോലും നിനക്ക് എടുത്തില്ല. ഇത് എൻ്റെ പേർക്കായിരുന്നെങ്കിൽ നീയൊക്കെ ആഘോഷിക്കുമായിരുന്നല്ലോ. നിനക്കൊക്കെ ഇത് പറയണ്ടല്ലേ, തന്തയില്ലാത്തവന്മാരെ. ഒത്തു പറയുന്നില്ല, കൊണ്ടുപോയി തിന്നിപ്പോ. ഖാദർ കരിപ്പൊടി ഗ്രേറ്റ്, ഖാദർ കരിപ്പൊടി ഗ്രേറ്റ് 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 ഖാദർ പൊടി. പറയുന്നില്ല ഞാൻ, ആവില്ലേ.